കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മളതേ മാഹിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഓരോ ഫുഡ് എക്സ്പ്ലോർ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ കരമനയുള്ള തമ്പീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നാടൻ ഇലയിൽ നിന്ന് ഇലയൊക്കെ കഴിക്കും ഞങ്ങൾ. ഫുഡ് കപ്പ, മീൻകറി, മീൻ, കൊഴിയാള, അയല, ചൂരയൊക്കെ ഇങ്ങനെ പൊരിച്ച് നമ്മൾ അടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് തന്നെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം നല്ല ഫുഡാണ്, അഫോർഡബിൾ റേറ്റുമാണ്. അപ്പോൾ കരമനയുള്ള തമ്പീസ് റെസ്റ്റോറൻറ്റ് ഭയങ്കര ഹാഷ് ബൂഷൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് ചെന്ന് നല്ല ചൂടോടുകൂടി ഫുഡ് കഴിച്ച് പോകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ നോർമൽ തിരുവനന്തപുരം സദ്യ, നോൺ വെജ് സദ്യ, പിന്നെ പായസമുണ്ട്, അടപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഹസ്ബൻഡ് ഇതുപോലെ മുറുക്കും അച്ചപ്പവും ബോളിയൊക്കെ ടിന്നിലാക്കി ഇങ്ങനെ കഴിച്ചാണ് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരത്തിൻ്റെ അച്ചപ്പവും മുറുക്കും എല്ലാം പാഴ്സൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാഹിയിലൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി. നമ്മളൊരു ഉച്ചയ്ക്കാണ് അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയത്. അപ്പം നമ്മളിപ്പോൾ ഒരു പത്തനംതിട്ട ആ ഭാഗമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്ന് ബ്ലാക്ക് ടീയും ചായ അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നല്ല ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുന്നത്, പിന്നെ നല്ല എഗ്ഗ് ചീസ് മസാലയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ചിക്കൻ അതും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ യാത്ര പോകുമ്പോഴാണല്ലോ നമ്മൾ പുതിയ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇത് വഴിയിൽ കണ്ട ഒരു തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ. നല്ല പുതിയ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കിളിക്കൂട് മേടിച്ച് ടേസ്റ്റ് ചെയ്തു, അതുപോലെ കായ്പോള അങ്ങനത്തെ. ഇനി മലബാറിലോട്ടാണല്ലോ പോകുന്നത്, അപ്പം എല്ലാം അങ്ങനത്തെ ഫുഡുകളായിരിക്കും കൂടുതൽ കാണുന്നത്. വെറൈറ്റി സംഭവങ്ങളായിരുന്നു കേട്ടോ എല്ലാം. എന്ത് ടേസ്റ്റാണെന്നറിയാമോ? അപ്പോൾ അതെല്ലാം കഴിക്കാത്തതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കായ്പോള, ചിക്കൻ പോള, അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റീസ്. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ വെജിറ്റേറിയനാണ് കഴിച്ചത്. മസാല ദോശയും ചപ്പാത്തിയും ഒക്കെയാണ് കഴിച്ചത്. കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ വെജിറ്റേറിയൻ ആണ് നല്ലത്. അങ്ങനെ ഞങ്ങൾ വെളുപ്പാങ്കാലം 3:30 ആയപ്പം മാഹിയിലെത്തി. പിന്നെ പറയണ്ടല്ലോ അവിടുത്തെ ഫുഡ്, അയ്യോ, ഫിഷായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഫിഷ് ബിരിയാണി. പിന്നെ രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് പറയാൻ തന്നെ. പുട്ട്, പിന്നെന്തോ ഒറട്ടി, അങ്ങനെ എന്തൊക്കെയോ കുറേ വെറൈറ്റീസ് ഫുഡുണ്ടായിരുന്നു. ഫിഷ് തവ. ഇത് ലഞ്ചാണ്, ലഞ്ച് തൊട്ടാണ് എടുത്തത്. ഭയങ്കര നല്ല ടയേർഡായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 470 കിലോമീറ്ററൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നിർത്തി പതുക്കെയൊക്കെയാണ് പോയത്. അപ്പോൾ അവിടുത്തെ മോളെ ബർത്ത്ഡേ ആയിരുന്നു, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് ആഘോഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങളൊരു 14 മണിക്കൂറൊക്കെ എടുത്തു. നമ്മൾ നിർത്തിയൊക്കെയാണ് പോയത്. അപ്പോൾ അത്രയും പതുക്കെയാണ് ഞങ്ങൾ പോയത്. അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ മതിയാവും. പക്ഷെ അത്രയും ടയേർഡായിപ്പോൾ, അതുകൊണ്ട് പതുക്കെ പോകുന്നതാണ് നല്ലത്. ഇത് ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു, ഫിഷ് തവ ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾസ്, അങ്ങനെ വളരെ മനോഹരമായൊരു വീടായിരുന്നു കേട്ടോ. നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാറ്റർഡേ പോയിട്ട് സൺഡേ അവിടെ സ്റ്റേ ചെയ്തു. മൺഡേ രാവിലെ ഇറങ്ങി അവിടെ നിന്നൊരു 6:45-7 മണിയൊക്കെ ആയപ്പം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ അവിടെ കോഴിക്കോട് നിന്ന് മാഹി. പിന്നെ ബാത്റൂമിൽ പോകുന്ന കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ട് ലേഡീസിൻ്റെ. കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കണം, കാരണം ഹൈജീന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്രോൾ പമ്പിൽ ഭയങ്കര ബുദ്ധിമുട്ട്. നല്ല
റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമുക്ക് എന്നാലും കുറച്ചുകൂടിയൊക്കെ ഒന്ന് നീറ്റാക്കാമാണെന്ന് തോന്നി. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. എല്ലാവരും നല്ല വഴിയൊക്കെ പറഞ്ഞു തരാനും പിന്നെ റോഡിലെല്ലാം പണി നടക്കുന്നുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നൈറ്റ് ഡ്രൈവ് ആകുമ്പോഴത്തേക്കും ഡിമ്മും ബ്രൈറ്റും ഒന്നും അടിക്കത്തില്ലല്ലോ, അതെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. വഴിയിൽ മൊത്തം പണിയായതുകൊണ്ട് അതും ബുദ്ധിമുട്ടായിരുന്നു. ഇത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഒരു ഹോട്ടലിലെ കാഴ്ചകളാണ് കേട്ടോ. അവിടെ നമുക്ക് ലൈവായിട്ട് ഫിഷെല്ലാം ഫ്രൈ ചെയ്ത് തരും. അങ്ങനെ സമക്കെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പിന്നെ ഞങ്ങൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പൊറോട്ടയും കുറച്ച് ഗ്രീൻ പീസ് കറിയും കഴിച്ചു. ഇളയാളെ ഹോസ്റ്റലിലാക്കണത് ഉള്ളതുകൊണ്ട് അവന് ഫുഡെല്ലാം മേടിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ചായയെല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡ്. പിന്നെ രാത്രി ആര്യൈസിന്ന് വെജിറ്റേറിയൻ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ഞങ്ങൾ 11:30 മണിയൊക്കെ ആയപ്പം നമ്മുടെ വീട്ടിലെത്തി. വീടെന്ന് പറയുന്നത് ഇവിടെ പ്രാവച്ചമ്പലത്താണ്. അപ്പോൾ അവിടെ 11:30 ആയപ്പോൾ എത്തി. അതിനു മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് 10 മണിയൊക്കെ ആയപ്പോൾ എത്തിയായിരുന്നു.